ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് അശ്വതിയുടെ വീടാണ്. കാര്യങ്ങൾക്കൊക്കെ എത്രയും പെട്ടെന്ന് ഞങ്ങൾ തീരുമാനമാക്കാമെന്ന് അശ്വതിയുടെ അമ്മയോട് പറഞ്ഞ് ശ്യാമയും അമൃതയും അശ്വതിയുടെ വീട്ടിൽ നിന്നും ഇറങ്ങുകയാണ്. എന്തായി മോളെ എന്ന് അശ്വതിയുടെ അമ്മ ചോദിക്കുമ്പോൾ അശ്വതി പറയുകയാണ്, എനിക്കിപ്പോൾ നല്ല ആശ്വാസം തോന്നുന്നുണ്ടമ്മേ. അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം അമൃത ശ്യാമയോട് പറയുകയാണ്, പ്രായം കൊണ്ട് നീ ഇളയതായിപ്പോയി, ഇല്ലെങ്കിൽ ഞാൻ നിന്റെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞേനെ. എന്താ ഏട്ടത്തി ഇത്? ഏട്ടത്തി ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും സംസാരിക്കാതെ. ആവശ്യമില്ലാത്തതോ? ഞാൻ നിന്നോട് എത്ര വലിയ പാപമാ ശ്യാമ ചെയ്തത്? എന്നിട്ടും നീ അതിന്റെ ദേഷ്യമോ പരിഭവമോ ഒന്നും തന്നെ എന്നോട് കാണിച്ചില്ല. അമൃത ഏട്ടത്തിയെന്ന് വിളിച്ച് നീ എന്നെ സ്നേഹിച്ചിട്ടല്ലേ ഉള്ളെന്ന് അമൃത ചോദിക്കുമ്പോൾ ശ്യാമ പറയുകയാണ്, ഇങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ ആർക്കാണെങ്കിലും ദേഷ്യം വരും. അന്ന് എന്നെ കാണാതായ ദിവസം നിനക്ക് വേണമെങ്കിൽ ആ താലികെട്ട് ചടങ്ങ് നടത്താമായിരുന്നു. പക്ഷേ എന്നെ കണ്ടുപിടിക്കുന്നതിനാ നീ പ്രാധാന്യം കൊടുത്തത്. താലികെട്ടൊക്കെ എപ്പോൾ വേണമെങ്കിലും നടത്താമല്ലോ ഏട്ടത്തി. പക്ഷേ ഏട്ടത്തിയെ കാണാതായാലോ? ഞാൻ കാണിച്ച അവിവേകം നീ പൊറുക്കണമെന്ന് പറഞ്ഞ് അമൃത ശ്യാമയ്ക്ക് ഉമ്മ കൊടുക്കുകയാണ്. ശരി, പുറത്തിരിക്കുന്നു പോരെ. പക്ഷേ അമൃത ഏട്ടത്തി, നമ്മള് വലിയ പ്രശ്നങ്ങളിലേക്കാ ഇപ്പോൾ നീങ്ങാൻ പോകുന്നത്. കണ്ണിലെ കരടെടുത്ത് കളയുന്നത് പോലെ നമ്മൾ സൂക്ഷിച്ചു വേണം ഈ പ്രശ്നം കൈകാര്യം ചെയ്യാൻ. ഇത് കേൾക്കുന്ന അമൃത പറയുകയാണ്, അത് ശരിയാണ്. ആദ്യേട്ടനല്ല അശ്വതി സ്നേഹിച്ചിരുന്ന ആളെന്ന് അറിഞ്ഞപ്പോൾ തന്നെ എനിക്ക് സമാധാനമായി. പക്ഷേ ഇനിയാണ് വലിയ പ്രശ്നങ്ങൾ കിടക്കുന്നത്. അമ്മയുണ്ടല്ലോ, ആളറിയാതെയാണ് അശ്വതി ചേച്ചിയെ സ്നേഹിക്കുന്നത്. സ്വന്തം മോളെ പോലെയാ അമ്മ ചേച്ചിയെ കാണുന്നത്. എന്നെങ്കിലും സത്യം അറിയുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? അതുപോലെ അശ്വതി ചേച്ചിയെ പറ്റി അരുണേട്ടൻ അറിയുമ്പോഴോ? ഏട്ടത്തി, എന്താണെങ്കിലും തൽക്കാലം ഈ കാര്യം ആരെയും അറിയിക്കേണ്ട. ആദിയേട്ടനെയും അഖിൽ സാറിനെയും ആരെയും. ഇത് കേൾക്കുന്ന അമൃത പറയുകയാണ്, അത് ശരിയാണ്. കൂടാതെ അശ്വതിയുടെ കാര്യങ്ങള് നമ്മളെപ്പോഴും തിരക്കിക്കൊണ്ടേയിരിക്കണം. ആ ജഗന്നാഥൻ എപ്പോൾ വേണമെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. ഞാനൊരു കാര്യം പറയട്ടെ ശ്യാമേ, ഐശ്വര്യക്കാട്ടിലും 100 ഇരട്ടി അരുണിന് ചേരുന്നത് അശ്വതിയല്ലേ? ഏട്ടത്തി വാ, നമുക്ക് പോകാമെന്ന് ശ്യാമ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് ആനന്ദ നിലയമാണ്. ഐശ്വര്യ അരുണിനോട് പറയുകയാണ്, ആ അമൃത ഏട്ടത്തിക്ക് ഇത്രയും നാണമില്ലാതായി പോയല്ലോ. ഇപ്പോ ശ്യാമയായിട്ട് അവര് വീണ്ടും സെറ്റായി പുറത്തെവിടെയുണ്ടോ പോയിരിക്കുകയാണെന്ന്. തിരിച്ചു വന്നതോ ഒറ്റക്കെട്ടായിട്ട്. അതെന്താണെങ്കിലും നല്ലതല്ലേ എന്ന് അരുൺ പറയുമ്പോൾ ഐശ്വര്യ പറയുകയാണ്, അരുണിന്റെ ഈ ചതഞ്ഞ വാചകങ്ങൾ കേൾക്കുമ്പോഴേ എനിക്ക് ദേഷ്യമാ വരുന്നത്. അമൃതയും ശ്യാമയും കൂടി എന്തൊക്കെയോ നാടകങ്ങളാ നടത്തുന്നത്. ഇന്നവര് ഇവിടെ നിന്ന് പോയതിന്റെ പിന്നിലും എന്തോ രഹസ്യമുണ്ട്. അല്ല ഐശ്വര്യേ, നീ എന്തിനാ എപ്പോഴും ഇങ്ങനെ നെഗറ്റീവ് കാര്യങ്ങൾ സംസാരിക്കുന്നത്? എന്നെ അരുണിന് ഒട്ടും അർഹിക്കുന്നില്ലെന്ന് ഐശ്വര്യ പറയുന്നു. സ്വന്തം ഭാര്യയെക്കാളും നിങ്ങൾ എന്തിനാ ആ ശ്യാമയെ സ്നേഹിക്കുന്നതെന്നാ എനിക്ക് മനസ്സിലാകാത്തത്. അത് ആ കുട്ടിയുടെ നന്മ തന്നെയാ. അതൊന്നും നിന്നെ പോലുള്ളവര് തിരിച്ചറിയില്ല. ഇത് കേൾക്കുന്ന ഐശ്വര്യ പറയുകയാണ്, നാളെ തിരുമുൽപ്പാട് വരുമല്ലോ, അപ്പോൾ അറിയാം അവളുടെ കല്യാണം നടക്കുമോ ഇല്ലയോ എന്ന്. നേരം രാത്രിയാകുന്നു. പിന്നീട് കാണിക്കുന്നത് ആനന്ദ നിലയമാണ്. തന്റെ താലി പിടിച്ചുകൊണ്ട് അമൃത പറയുകയാണ്, കൈവിട്ടു പോയ ജീവിതമാണെന്നാ ഞാൻ കരുതിയത്. അതിപ്പോ എനിക്ക് തിരിച്ചു കിട്ടി. ഒരു ദിവസമായി ആദിയേട്ടനോടൊന്ന് മിണ്ടിയിട്ട്. അത്രയും പറഞ്ഞ് മേശപ്പുറത്തുനിന്ന് ഒരു ഡയറി മിൽക്കും എടുത്തുകൊണ്ട് അമൃത ആദിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്താ കിടക്കുന്നില്ലേ എന്ന് അമൃത ആദിയോട് ചോദിക്കുമ്പോ ആദി പറയുകയാണ്, ദേ അമൃതേ, എനിക്ക് വഴക്ക് കൂടാൻ വയ്യ. എന്നാലേ ഇന്നത്തെ കാര്യങ്ങളൊക്കെ മതി, വന്നു കിടന്നുറങ്ങാൻ നോക്ക്. എന്താ അമൃതേ നിനക്ക് വേണ്ടത് എന്ന് ആദി ചോദിക്കുമ്പോ അമൃത പറയുകയാണ്, എനിക്കോ? അത് മുത്തുകൗ. എന്തുവാ നീ ചോദിച്ചത്? ദേ അമൃതേ, എനിക്ക് ഒരുപാട് ഓഫീസ് വർക്കുകളുണ്ട്. അത് തീർക്കാൻ വേണ്ടിയാ ഞാൻ ഇവിടെ വന്നിരുന്നത്. ഞാൻ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ചിട്ട് മതി നിങ്ങളുടെ ഓഫീസ് വർക്കൊക്കെ. തുടർന്ന് അമൃത മിഠായി പൊട്ടിച്ച് ആദിക്ക് കൊടുത്തിട്ട് പറയുകയാണ്, ഇതിപ്പോ കഴിക്കണം. അങ്ങനെ ആദി അത് കഴിക്കുമ്പോ ആദി പറയുകയാണ്, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല അമൃതേ. ആദ്യേട്ടാ, എന്റെ പിണക്കമൊക്കെ മാറി. ആദ്യേട്ടൻ എനിക്ക് മാപ്പ് തരണം. പെട്ടെന്നിങ്ങനെ മനസ്സ് മാറാൻ എന്താ കാരണം എന്ന് ആദി ചോദിക്കുമ്പോ ഒന്നുമില്ലെന്നും എനിക്ക് ആദ്യേട്ടനെ വിശ്വസിക്കാൻ തോന്നിയെന്നും അമൃത പറയുന്നു. തുടർന്ന് ആദി പറയുകയാണ്, എന്റെ മനസ്സിൽ നിന്നും ഇപ്പോഴാ ഒരു ഭാരം ഇറങ്ങിപ്പോയത്. അപ്പോ മുത്തുകവോ എന്ന് ആദി ചോദിക്കുമ്പോ അമൃത പറയുകയാണ്, അത് ഞാനൊരു തമാശയ്ക്ക് പറഞ്ഞതാ. ആണോ? എങ്കിലേ തമാശ കാര്യമായി. എനിക്കിപ്പോഴേ മുത്തുകവ് തന്നേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് ആദി അമൃതയും കൊണ്ട് മുറിയിലേക്ക് പോകുന്നു. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് തിരുമുൽപ്പാട് ആനന്ദ നിലയത്തിൽ എത്തിയിരിക്കുന്നതാണ്. തുടർന്ന് തിരുമുൽപ്പാട് പറയുകയാണ്, ദുർനിമിത്തങ്ങൾ ഒരുപാട് കാണുന്നുണ്ട്. ഒരു വർഷത്തേക്ക് അഖിലും ശ്യാമയും ഒന്നിക്കാൻ പാടില്ല. ഇത് കേട്ട് എല്ലാവരും ഞെട്ടലോടെ നിൽക്കുമ്പോൾ വസുന്ധര പറയുകയാണ്, തിരുമേനി ഒരു സംശയം. 2 പ്രാവശ്യമാണ് ഇവർക്ക് താലികെട്ട് നടന്നത്. അത് രണ്ടും യാദൃശ്ചികമായിട്ടായിരുന്നു. ഇവർ തമ്മിലുള്ള വിവാഹമായിരുന്നില്ല അന്ന് നിശ്ചയിച്ചിരുന്നത്. ഞാൻ വളരെ ആഗ്രഹിച്ചായിരുന്നു ഇവർക്ക് മൂന്നാമതൊരു വിവാഹം തിരുമേനിയെ കൊണ്ട് മുഹൂർത്തം കുറിപ്പിച്ചത്. പക്ഷേ അതും മുടങ്ങിപ്പോയല്ലോ തിരുമേനി. ഈ കുടുംബത്തിലെ ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും ദോഷം ചെയ്താലും അത് ഇവരായിരിക്കും അനുഭവിക്കേണ്ടി വരിക. ഈ കുടുംബത്തിലാരും അങ്ങനെ ഒരു ദോഷം ചെയ്തിട്ടില്ല തിരുമേനിയെന്ന് വർമ്മയും ആദിയും പറയുന്നു.
തുടർന്ന് തിരുമേനി പറയുകയാണ് ഉണ്ട്. ഇത് കേൾക്കുന്ന ശ്യാമയും അഖിലും പറയുകയാണ്, തിരുമേനി കൂടുതലായിട്ട് ഇതിനെക്കുറിച്ചൊന്ന് പറയാമോ? ഒരു സ്ത്രീയുടെ കണ്ണുനീര് ഈ കുടുംബത്തിൽ വീണിട്ടുണ്ടെന്ന് തിരുമുൽപ്പാട് പറയുമ്പോൾ ഐശ്വര്യ പറയുകയാണ്, തിരുമേനി കൂടുതലായിട്ടൊന്ന് പറയാമോ? ഞങ്ങൾക്ക് ഒരു വ്യക്തത വരുത്താൻ വേണ്ടിയാ. എനിക്ക് സൂചനകൾ മാത്രമേ തരാൻ പറ്റൂ, ബാക്കിയെല്ലാം നിങ്ങൾ തന്നെ കണ്ടുപിടിച്ചാൽ മതിയെന്ന് തിരുമേനി പറയുന്നു. ആശ്രയമില്ലാതെ നിൽക്കുന്ന ഒരു സ്ത്രീയുടെ മനസ്സിന്റെ കണ്ണുനീരും ശാപവും എല്ലാം തന്നെ ഈ കുടുംബത്തിനുണ്ട്. ഒരു കൊച്ചു കുഞ്ഞും നീതി കിട്ടാതെ നിൽപ്പുണ്ട്. തിരുമേനി കൂടുതലായിട്ടൊന്ന് പറയാമോ എന്ന് വസുന്ധര ചോദിക്കുമ്പോൾ തിരുമുൽപ്പാട് പറയുകയാണ്, ഞാൻ ഇവരുടെ വിവാഹത്തിന്റെ കാര്യമാ നോക്കാൻ വന്നത്. ഒരു വർഷത്തേക്ക് ഇവരുടെ വിവാഹം നടത്താനേ പാടില്ല, അത്രമാത്രം. അങ്ങനെ തിരുമുൽപ്പാട് അവിടെ നിന്ന് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് വിഷമത്തോടെ ഇരിക്കുന്ന വസുന്ധരയുടെ അടുത്തേക്ക് ശ്യാമ ചെല്ലുകയാണ്. എന്താ അമ്മേ, എന്ത് പറ്റി? എന്തൊക്കെയോ ആപത്തുകൾ ഈ കുടുംബത്തിലേക്ക് വരാൻ പോകുന്നത് പോലെയുണ്ട് മോളെ. അമ്മ വിഷമിക്കാതെ, അങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞ് വസുന്ധരയെ ശ്യാമ സമാധാനപ്പെടുത്തുമ്പോൾ വസുന്ധര പറയുകയാണ്, ഇപ്പോൾ എനിക്ക് എന്തോ ധൈര്യം വന്നതുപോലെയുണ്ട്. മോൾ എങ്ങനെയാ മോളുടെ ഈ വിഷമങ്ങളൊക്കെ അടക്കി വെക്കുന്നതെന്ന് വസുന്ധര ചോദിക്കുമ്പോൾ അതിനെനിക്ക് സങ്കടങ്ങളൊന്നുമില്ലല്ലോ അമ്മയെന്ന് ശ്യാമ പറയുന്നു. മോള് കള്ളം പറയണ്ട, അമ്മയുടെ മുഖത്ത് നോക്കി മോള് പറഞ്ഞേ മോൾക്ക് വിഷമമൊന്നുമില്ലെന്ന്. ഇത് കേൾക്കുന്ന ശ്യാമ വിഷമത്തോടെ വസുന്ധരയെ നോക്കുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.